ഗുഡ് മോർണിംഗ്. പൂരം കാണാൻ വന്നതാണോ? അല്ല പിന്നെ അടിപൊളി വൈബ്. അതെ അതെ. അപ്പോൾ പൂരം 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരത്തിന്റെ ആവേശം കൊട്ടിക്കേറുകയാണ്. കണിമംഗല ശാസ്താവ് ഇവിടെ എത്തി തെക്കേ ഗോപുരം നട തുറന്നു. ഇനി വടക്കുന്നാഥനിൽ വണങ്ങിയതിന് ശേഷം ശ്രീമൂലം സ്ഥാനത്തേക്ക് മടങ്ങും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ചടങ്ങെന്ന് പറയുന്നത്. അതെ, അതിനുശേഷം 8 ഘടകപൂരങ്ങൾ, അതായത് ഫസ്റ്റ് കണിമംഗലം ശാസ്താവ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി 7 ഘടകപൂരങ്ങൾ ഇങ്ങനെ ഇതിന് പിന്നാലെ വന്നുകൊണ്ടിരിക്കും. അതെ അതെ, ഒരു 1.5 വരവായിരിക്കും. മാസ് എൻട്രി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ കാത്തിരിപ്പ് അങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട് സച്ചി, തൃശ്ശൂർ വന്നിട്ട് എങ്ങനെയുണ്ട് ഇത്തവണ? തൃശ്ശൂർ കുഴപ്പമില്ല. ഇന്നലെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, രാവിലെ ഒരു ചെറിയ മഴയുടെ ഒക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. കരിവീരന്മാരെ എത്തുമ്പോൾ കാർമേഘങ്ങൾ മാറി. അപ്പൊ ഇതൊക്കെ നേരത്തെ പഠിച്ചു വെച്ചാണ് സച്ചിൻ വന്നിരിക്കുന്നത്. കരിവീരന്മാർ എത്തുമ്പോൾ കാർമേഘങ്ങൾ മാറി നിൽക്കുമെന്നാണ് സച്ചിൻ പറയുന്നത്. സാധാരണ ഇങ്ങനെ ഈ ക്ഷേത്രങ്ങളിലുള്ള ചടങ്ങുകൾക്കൊക്കെ ഉണ്ടല്ലോ, ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ പുണ്യാഹം തളിക്കുക എന്ന് പറയും. അതുപോലെയാണ് മഴ എന്നാണ്, ഇന്നലെ രാവിലെ പെയ്ത മഴ എന്നാണ് തൃശ്ശൂരുകാർ പറയുന്നത്. കാരണം പൂരത്തിന് വേണ്ടിയുള്ള ആവേശം അത് അതിൻ്റെ ശുദ്ധിയോടുകൂടി പ്രൗഢിയോടുകൂടി നടത്താൻ വേണ്ടിയിട്ട് കാലം തന്ന ഒരു മഴയാണ് എന്നാണ് തൃശ്ശൂർക്കാർ അതിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. സൂര്യൻ ഇങ്ങനെ പതുക്കെ പതുക്കെ ഉദിച്ചു വരുമ്പോൾ വടക്കുന്നാഥൻ്റെ മുറ്റത്ത്, തെക്കേ ഗോപുര നടയുടെ മുറ്റത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ നിറയെ പൂരാരവും പുരുഷാരം എന്ന് പറയുന്നതിനനുസരിച്ച് ആളുകളിങ്ങനെ എണ്ണം കൂടിക്കൂടി വരികയാണ്. വെയിൽ കൂടുന്നതിനനുസരിച്ച്, ചൂട് കൂടുന്നതിനനുസരിച്ച് ഇനിയും ആളുകൾ ഇങ്ങനെ കൂടിക്കൂടി വരും. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാഴ്ചകളാണല്ലേ രാവിലെ തന്നെ. രാവിലെ ഇങ്ങനെ രസകരമാണ്. ആളുകൾ ഇങ്ങനെ അമ്പലത്തിലോട്ട് പതിയെ വന്നു തുടങ്ങിയിരിക്കുന്നു. ആ കാഴ്ചകളിൽ കാണാൻ കഴിയും. അലങ്കരിച്ച തെക്കേ ഗോപുര നട നമുക്ക് കാണാൻ കഴിയും. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലമെല്ലാം ഇങ്ങനെ നിൽക്കാനിടയില്ലാത്ത വിധം ജനങ്ങളാൽ നിറയും. അതാണ് പൂരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇന്നത്തെ ഏറ്റവും വലിയ കാഴ്ച എന്ന് പറയുന്നത് കുടമാറ്റവും വെടിക്കെട്ടും തന്നെയായിരിക്കും. മേളപ്രേമികൾക്ക് ഇലഞ്ഞിത്തറ മേളം കിഴക്കോട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ, ഒപ്പം തന്നെ എല്ലാം എന്താ പറയാ, പ്രത്യേകതയുള്ളത് തന്നെയാണ് മനു. ഒന്നും ഒഴിച്ചു നിർത്തും. ഏതാണ് മികച്ചത് എന്ന് ചോദിച്ചാൽ എല്ലാം മികച്ചതാണ്. എല്ലാം ഒന്നിനൊന്നും മെച്ചം. മേളാസ്വാദകരായ ഇലഞ്ഞിത്തറ മേളം ആസ്വദിക്കുന്നവരുണ്ട്. പഞ്ചവാദ്യമാണോ ഇലഞ്ഞിത്തറ മേളമാണോ വേറിട്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്.